വിനീത, തൃക്കാക്കരയിൽ വലിയ മഴയാണോ? അവിടെ നേരത്തെ വിനീത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു റോഡിലൊക്കെ വലിയ വെള്ളമാണ്, ഗതാഗത തടസ്സമുണ്ട് എന്ന്. എന്താണ് പുതിയ വിവരങ്ങൾ? വേണു, ആ വെള്ളക്കെട്ട് കൂടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വെള്ളക്കെട്ടിലാണ്. നമ്മുടെ മുട്ടിന് മുകളിലേക്കടക്കം വെള്ളം കയറുന്നൊരു നിലയിലാണ് കാര്യങ്ങൾ. ഈ റോഡ് ഏതാണ്ട് ഒരു പുഴയുടെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനോടകം തന്നെ ഗതാഗതമൊക്കെ ഈ മേഖലയിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ താഴ്ന്ന മേഖലകളിലേക്കൊക്കെ, വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറിയിരിക്കുകയാണ്. കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതാ ഇപ്പോൾ വെള്ളത്തിൽ വന്നൊരു ചേട്ടനാണ്, അദ്ദേഹത്തിന്റെ വാഹനം പണി കൊടുത്തു എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. ഏതാണ്ട് വെള്ളത്തിൽപ്പെട്ടൊരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് എങ്ങനെ പോകും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഒരു ആശങ്കയുള്ളത്. കാരണം വാഹനങ്ങളൊക്കെ മണിക്കൂറുകളോളമായി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെയൊക്കെ നിൽക്കുകയാണ്. ചേട്ടാ, എങ്ങനെയാ വണ്ടി പണി തന്നോ? വണ്ടി പണി തന്നോ? വണ്ടി പണി തന്നേ. വണ്ടി അല്ലേ, വെള്ളമാണ് പണി തന്നേ. വെള്ളക്കെട്ട് പെട്ടാണ്. എല്ലാ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. സ്റ്റാർട്ടാവുന്നില്ല? സ്റ്റാർട്ടാവാത്ത പ്രശ്നമില്ല. സ്റ്റാർട്ടാവുന്നില്ല. ഈ വെള്ളക്കെട്ടിൽ വീണ്ടും വേഗം പോയതാ. അങ്ങനെ അങ്ങോട്ടേക്കൊക്കെ വെള്ളം, അങ്ങോട്ടേക്കൊക്കെ വെള്ളക്കെട്ട് ഉണ്ടെന്നാണ് അറിയുന്നത്. മൊത്തത്തിൽ വെള്ളമുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വാഹനം വണ്ടിയുമായി വന്നപ്പോൾ, ഇരുചക്ര വാഹനവുമായി വന്നപ്പോൾ സ്ലിപ്പായതാണെന്നാണ് പറയുന്നത്. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വീണ്ടും ഒരു ഇരുചക്ര വാഹനം ആ വെള്ളത്തിൽ ഇങ്ങനെ പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതാണ് നമുക്ക് ഈ ഇന്ന് മഴ കൂടുതൽ ശക്തമായതോടെ പല മേഖലകളിലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണിത്. ഇടവഴികളിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഈ താഴ്ന്ന മേഖലകളിലേക്കുള്ള കടകൾ, വീടുകൾ, ഇടവഴികളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇരുചക്ര വാഹനത്തിൽ വന്ന ഒരു സ്ത്രീയാണ്, ഒരു യുവതിയാണ്. അവർക്ക് വാഹനം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അത് കണ്ടു നിന്ന് നാട്ടുകാരൊക്കെ അവരിപ്പോൾ സഹായിക്കുന്നതിന് മറ്റുമായി എത്തിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മാത്രമല്ല ഈ മേഖലകളിലേക്കൊക്കെ തന്നെ ഇങ്ങനെ വെള്ളത്തിൽ വീണൊരു അവസ്ഥയാണ്. ചേച്ചി, എങ്ങനെ മഴ രാവിലെ പണിയായോ? മഴ പണിയായി. ഒരു മരിപ്പുണ്ട്, മരിപ്പിന് പോണതാണ്. അപ്പൊ വെള്ളത്തിൽ പെട്ടു. വണ്ടി പണിയെന്നോ? വണ്ടി പോണില്ല, ഇപ്പൊ എന്താണെന്നറിയില്ല. ഇതാണ് നിലവിലെ അവസ്ഥ. നമുക്ക് കാണാൻ കഴിയുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വാഹനങ്ങൾ മറുവശത്ത് നിർത്തി ഇങ്ങനെ ഇറങ്ങി നടന്ന് അപ്പുറത്തേക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. ഇടപ്പള്ളി, തൃക്കാക്കര, ഉണിച്ചിറ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ ഇത് തന്നെയാണ് അവസ്ഥ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ റോഡിന്റെ മെയിൻ വശത്താണ് നിൽക്കുന്നത്, നടുവശത്താണ് നിൽക്കുന്നത്. ആ വെള്ളക്കെട്ട് കണ്ടാൽ തന്നെ അറിയാം. ഞാനൊക്കെ നിൽക്കുന്ന ആ മുട്ടിന് മുകളിലേക്കടക്കം വെള്ളം ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. കൂടെ പോകുന്ന മറ്റൊരു യാത്രക്കാരാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വാഹനം പോകുമ്പോൾ ആ വെള്ളം എത്രത്തോളം ഉണ്ട്, അതിന്റെ വ്യാപ്തി എന്നത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഇടവഴികളുണ്ട്, ഈ മെയിൻ റോഡിൽ നിന്ന് ഇടവഴികളിലേക്ക് പോകുന്ന ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരിക്കുകയാണ്. ഗതാഗത തടസ്സമുണ്ട്. ഇടപ്പള്ളി, തൃക്കാക്കര മേഖലകളിലേക്കൊക്കെ തന്നെ ഗതാഗത തടസ്സമുണ്ട്. ഇന്ന് കൂടുതൽ മഴ ശക്തമാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം ഫോർട്ട് കൊച്ചി പോലുള്ള ഭാഗങ്ങളിലും മഴ കൂടുതൽ കനക്കുകയാണ്. ഒരുപക്ഷെ ഈ മഴ ഇങ്ങനെ തുടർന്നാൽ പല മേഖലകളിലും അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് വീണ്ടും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെയുള്ള നാട്ടുകാരൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് കൃത്യമായും ഈ കാനകൾ വൃത്തിയാക്കാത്തതും ഒപ്പം തന്നെ അത് കൃത്യമായി പണി പൂർത്തിയാക്കാത്തതും ഒക്കെയാണ് ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാകാൻ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വീണ്ടും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. ഇരുചക്ര വാഹനം ഇതിപ്പോൾ 5-ാമത്തെയോ 6-ാമത്തെയോ വാഹനമാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഈ യാത്രക്കാർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അവർ വാഹനം നിർത്തിയതാ വീണ്ടും ഈ വെള്ളക്കെട്ടിൽ നിന്ന് ആ വാഹനം ഉന്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ താഴ്ന്ന മേഖലകളിലേക്കുള്ള വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് വീടുകളിലെ ദൃശ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ, വീടാണ്, അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വീടിനുള്ളിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ കയറിയ നിലയിലാണ്. ഇതാണ് ഈ മഴ ഇങ്ങനെ കൂടുതൽ കനക്കുമ്പോൾ കൊച്ചിയിൽ ഈ വെള്ളക്കെട്ടൊക്കെ പതിവാണ്. പക്ഷേ രാവിലത്തെ സംബന്ധിച്ചിടത്തോളം ഒരല്പസമയം മഴ ഇങ്ങനെ തുടർന്നതേ ഉള്ളൂ. അതിനോടകം തന്നെ ഈ പ്രധാന നഗരമേഖലകളിലേക്കടക്കം അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടാവുന്നത്. വേണു, വിനീത, ഈ സാധാരണഗതിയിൽ ഈ തൃക്കാക്കര ഭാഗമൊക്കെ താഴ്ന്ന മേഖലയാണോ? കാര്യമായി ഒന്ന് മഴ പെയ്താൽ ഉടനെ വെള്ളം നിറയുന്ന സ്ഥലമാണോ? വേണു, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയിലൊക്കെ ഒരുപക്ഷെ ഈ തൃക്കാക്കര മേഖലകളിലേക്കൊക്കെ അതിരൂക്ഷമായിട്ടുള്ളൊരു വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ
ഇങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ് ഈ മഴയിൽ ഉണ്ടാകുന്നത്. പക്ഷെ മഴ ഒരുപക്ഷെ അത്ര ശക്തമായി പെയ്യുന്നുമില്ല. ഇങ്ങനെ തോരാമഴ ഇങ്ങനെ തുടരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ തോരാമഴയിൽ തന്നെ പലയിടത്തും ഇങ്ങനെ അതിരൂക്ഷമായിട്ടുള്ളൊരു വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. രാവിലെ 10 കഴിഞ്ഞിട്ടേ ഉള്ളൂ. സ്കൂളുകളിലേക്ക് മറ്റും പോകേണ്ട ആളുകളുണ്ട്, ഒപ്പം ജോലി സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആളുകളുണ്ട്, ഇൻഫോ പാർക്കിലേക്കും മറ്റും ജോലിക്കൊക്കെ ആയി പോകേണ്ട ആളുകളുണ്ട്. അവരൊക്കെ ഈ ഭാഗങ്ങൾ കൂടി വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ വലിയ ഗതാഗത തടസ്സമില്ലാതെ കടന്നു പോകാമെന്നൊക്കെ കരുതിയാണ് ഈ ഇടവഴികളിലൂടെ വരുന്നത്. അവരെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. രാവിലെ പണിയായല്ലേ? ഒരു മാസമായിട്ടുള്ളൂ, അതിനും പിന്നെ സെറ്റായി, വണ്ടി ഓഫായി. പുതിയ വണ്ടിയായിരുന്നു? യെസ്. ജോലിക്ക് പോകുമായിരിക്കും? ജോലിക്ക് പോണേണ്. കൃത്യസമയത്ത് എത്താൻ പറ്റുമോ? ഇല്ല, എന്തായാലും മുടങ്ങി. ജീവിതകാലം മൊത്തം ഇങ്ങനെ തന്നെ ഇരിക്കുമല്ലേ. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമാണ്. അദ്ദേഹം പുതിയ വാഹനവുമായി ഇറങ്ങിയതാണ്. അതിനിടയ്ക്ക് തന്നെ പണി കിട്ടിയതാ. മറ്റൊരു ചേട്ടൻ വരുന്നുണ്ട്. ഇതിങ്ങനെ ഈ വെള്ളക്കെട്ടിൽ ഇങ്ങനെ പതിവ് കാഴ്ചയായി മാറുകയാണ്. ഞങ്ങൾ ഇവിടെ രാവിലെ എത്തിയത് മുതൽ തന്നെ. ചേട്ടാ വണ്ടി ഓഫായോ? വണ്ടി ഓഫായി. മഴ ഇങ്ങനെ കലക്കുന്നാണ് പറയുന്നത്. പലയിടത്തും വെള്ളക്കെട്ട് ഇതിനോടകം രൂപപ്പെട്ടിട്ടുണ്ട്. അതെ അതെ. ആശങ്കയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എവിടെയാ പോകുന്നത്? ഞാൻ എടപ്പള്ളി. ആ ഭാഗത്തേക്കൊക്കെ ഗതാഗത കുരുക്കുണ്ടെന്നാണ് പറയുന്നത്. കെയർഫുൾ ആയിട്ട് പോയി. ഓക്കെ, താങ്ക് യു. തീർച്ചയായും ഈ സൂചിപ്പിച്ചതുപോലെ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണ്. അവരൊക്കെ ഈ വാഹനം ഇങ്ങനെ ഈ വെള്ളത്തിൽ പെട്ട് ചിലതൊക്കെ ഓഫായി പോകുന്നുണ്ട്. ഇനി കൃത്യസമയത്ത് എത്താൻ കഴിയുമോ എന്നും പലർക്കും അറിയില്ല. വേണു സൂചിപ്പിച്ചതുപോലെ പൊതുവെ ഈ മേഖലകളിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ അതിരൂക്ഷമായിട്ടൊരു വെള്ളക്കെട്ട് പതിവില്ലാത്ത സ്ഥലമാണ്. പക്ഷേ ഇത്തവണത്തെ മഴയിൽ മഴ ഇങ്ങനെ കനക്കുമ്പോൾ വെള്ളക്കെട്ട് അതിരൂക്ഷമാവുകയാണ്. വീടുകളിലേക്ക്, താഴ്ന്ന കടകളിലേക്ക്, ഈ ഇടവഴികളിലേക്ക് അടക്കം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മറുവശത്തേക്കൊക്കെ നമുക്ക് കാണുമ്പോൾ ആ വാഹനങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആളുകൾ ഇങ്ങനെ നിർത്തി മറുവശത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വാഹനങ്ങൾ അവർക്ക് കൃത്യമായും മറുവശത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. പല ഇരുചക്ര വാഹനങ്ങളും ഈ വെള്ളത്തിലേക്ക് എടുക്കുമ്പോൾ അത് ഓഫായി പോകുന്നു. പിന്നീട് അത് ഉന്തിത്തള്ളി മറുവശത്തേക്ക് കൊണ്ടുപോകേണ്ടൊക്കെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കൃത്യസമയത്ത് പലർക്കും ജോലിക്കെത്താൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ആശങ്കകളൊക്കെയാണ് അവർ പറയുന്നത്. നമുക്കിപ്പോൾ ആ വാഹനം വഴിയിൽപ്പെട്ട് നിൽക്കുന്ന ഒരു സ്റ്റേഷനാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെയൊക്കെയാണ് അദ്ദേഹം നിൽക്കുന്നത്. കാൽനട യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ ആശങ്കയും ബുദ്ധിമുട്ടും ഒക്കെ തന്നെയാണ് ഉള്ളത്. വേണു. ശരി, വിനീത വിജയാണ് തൃക്കാക്കരയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അവിടെ തുടർച്ചയായി മഴ പെയ്യുന്നു. റോഡിൽ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഗതാഗത തടസ്സമുണ്ട്. പല വണ്ടികൾക്കും കേടുപാടുകളും സംഭവിച്ചിരിക്കുകയാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.